എല്ലാ കൂട്ടുകാർക്കും അഫ്സലുൽ ഉലമ പ്രിലിമിനറി സെക്കൻഡ് ഇയറിൻ്റെ ഖുർആൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നായ സൂറത്തുൽ ജുമുഅയെക്കുറിച്ചാണ്. സൂറത്തുൽ ജുമുഅയിലെ പ്രധാന പ്രതിപാദ്യ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സൂറത്തുൽ ജുമുഅ അൽ മൗലൂആത്തുർ റഈസിയ, പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണ്? തബ്ദഉ സൂറത്തു, ഈ സൂറത്ത് തുടങ്ങുന്നത് ബിതൻസീഹില്ല, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. വതസ്ബീഹി കുല്ലി മാ ഫിസ്സമാവാതി വൽ അർദി ലഹു, ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളും അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ തുടങ്ങുന്നത്. ഫഹുവൽ മലിക്കു, അവനാണ് നിയന്ത്രിക്കുന്നവൻ. അൽ ഖുദ്ദൂസ്, അവനാണ് പരിശുദ്ധൻ. അൽ അസീസ്, അവനാണ് പ്രതാപശാലി. അൽ ഹക്കീം, അവനാണ് തന്ത്രജ്ഞൻ. ഒന്നാമതായി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് സൂറത്തുൽ ജുമുഅ. രണ്ടാമതായി ഇതിൽ പറയുന്നത് ഫളലു ബഇസത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശുദ്ധ പ്രവാചകനെ പറഞ്ഞയച്ചതിൻ്റെ ശ്രേഷ്ഠത എന്താണ്? എന്തിനാ അള്ളാഹു വിശുദ്ധ പ്രവാചകനെ നിയോഗിച്ചത്? അള്ളാഹു നിയോഗിച്ചു. റസൂലൻ, ഒരു റസൂലിനെ നിയമിച്ചു. ഉമ്മിയൻ, നിരക്ഷരനായ പ്രവാചകൻ. യുസക്കി, അവരെ സംസ്കരിക്കുന്ന പ്രവാചകൻ. വയുഅല്ലിമുൽ കിതാബ്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകൻ. വൽ ഹിക്മ, തന്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന. വഹുവ നിഅമത്തുൻ അളീമ, പ്രവാചകന്റെ നിയോഗം വലിയൊരു അനുഗ്രഹമാണ്. അലന്നാസി, ജനങ്ങൾക്ക്. ഇനി നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ജുമുഅയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം, പരീക്ഷകളിൽ ആവർത്തിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ദമ്മുൽ യഹൂദ്, ജൂതന്മാരെ ചീത്ത പറയുന്നുണ്ട് ഖുർആൻ. എന്തിനാണ് ജൂതന്മാരെ ചീത്ത പറയുന്നത്? ദമ്മുൽ യഹൂദ്, ജൂതന്മാരെ ആക്ഷേപിക്കുന്നത്. തൗബീഹുൽ യഹൂദ്, ജൂതന്മാരെ ആക്ഷേപിക്കാൻ കാരണം അല്ലദീന കുല്ലിഫു ബിത്തൗറാത്ത്, തൗറാത്ത് അവർക്ക് നിർബന്ധിപ്പിക്കപ്പെട്ടതാണ്, അവരെ മേൽ ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് തോറ. വലം യഅ്മലൂ ബിഹാ, അവർ തൗറാത്ത് അനുസരിച്ച് ജീവിച്ചില്ല. ശബ്ബഹും, അവരെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത്, സാദൃശ്യപ്പെടുത്തുന്നത് ബിൽ ഹിമാർ, കഴുതകളെപ്പോലെയാണ്. യഹ്മിലു അസ്ഫാറ, ഭാണ്ഡം ചുമന്ന് നടന്നു പോകുന്ന കഴുതകളെ കണ്ടിട്ടില്ലേ? അവയ്ക്ക് ലാ യുൻതഫഉ ബിഹാ, ആ ഭാണ്ഡത്തിലുള്ളത് എന്താണെന്ന് പോലും അറിയില്ല. ഇതുപോലെയാണ് ജൂതന്മാർ. ദിവ്യഗ്രന്ഥമായ തൗറാത്ത് ഇറങ്ങിയിട്ടും അതിൻ്റെ കൽപ്പനകളോ വിധിവിലക്കുകളോ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ജൂതന്മാരെ ആക്ഷേപിക്കുന്നുണ്ട് സൂറത്തുൽ ജുമുഅ എന്ന് പറയുന്നത്. ഇനി സൂറത്തുൽ ജുമുഅയിൽ പരാമർശിക്കുന്ന മറ്റൊരു ആശയമാണ് അഹ്കാമു സ്വലാത്തിൽ ജുമുഅ. ഇപ്പോൾ ജുമുഅ എന്നുള്ള സൂറത്ത് വന്നത് തന്നെ അതുകൊണ്ടാണ്. വെള്ളിയാഴ്ച ദിവസം ഒരു സത്യവിശ്വാസി എങ്ങനെയാണ് പെരുമാറേണ്ടത് അതിനെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് സൂറത്തുൽ ജുമുഅയിൽ. ഇദാ നൂദിയ ലി സ്വലാത്തിൽ ജുമുഅ, ജുമുഅക്ക് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ യഉമുറുൽ മുഅ്മിനീന, ഈ സൂറത്ത് മുഅ്മിനീങ്ങളെ കൽപ്പിക്കുകയാണ്. എന്തിന്? അയ്യസ് ഔ, പെട്ടെന്ന് പള്ളിയിലേക്ക് പോകണം. വഅയ്യത്രുകുൽ ബൈഅ, കച്ചവടം ഉപേക്ഷിക്കണം. ലിഅന്ന ദാലിക ഖൈറുൽ ലഹും, അതാണ് അവർക്ക് ഉത്തമമായ കാര്യം എന്ന് പറയുന്നത്. ഇനി ചില ആളുകൾ ജുമുഅക്ക് പോകാതിരിക്കുന്നു. അവർ അവരുടെ ആനന്ദങ്ങളിൽ മുഴുകുന്നു, അവരുടെ ഐഹികമായ സുഖങ്ങളിൽ മുഴുകുന്നു, എൻ്റർടൈൻമെൻറ്റുകളിൽ മുഴുകുന്നു. അവരെ വിശുദ്ധ ഖുർആൻ ചീത്തയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. യുവബിഹു, ചീത്തയായി ചിത്രീകരിക്കുന്നു. മയ്യൻസരിഫു അനിസ്വല, ജുമുഅ ദിവസം നിസ്കരിക്കാത്ത ആളുകൾ. എന്തിനു വേണ്ടിയാണ് അവർ നിസ്കാരം ഒഴിവാക്കുന്നത്? ലില്ലഹ്വി, ആനന്ദങ്ങൾക്ക് വേണ്ടി. വത്തിജാറ, അവരുടെ ബിസിനസ്സിന് വേണ്ടി അവരെ ചീത്ത പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. ഇനി സൂറത്തുൽ ജുമുഅ പ്രധാനമായി പറയുന്നത് മനുഷ്യരെ അള്ളാഹുവിൻ്റെ സ്മരണയാണ്. അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ്
നിങ്ങൾക്ക് ശാന്തിയിലേക്കുള്ള വഴി. നിങ്ങൾക്ക് നിത്യസുഖം ലഭിക്കണമെങ്കിൽ ദൈവികമായിട്ടുള്ള ആരാധനകളിൽ മുഴുകണം. ദുന്യവികമായ സുഖങ്ങൾ ഒഴിവാക്കണം. അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നന്മ വരികയുള്ളൂ എന്നും സൂറത്തുൽ ജുമുഅ പറയുന്നുണ്ട്. യുഅക്കിദു, ഈ സൂറത്ത് ഊന്നിപ്പറയുന്നു, അലാ അന്ന ദിക്റ, ദിക്ർ ദൈവിക സ്മരണ, വൽ ഇബാദത, അള്ളാഹുവിനെ ആരാധിക്കുക എന്നതും മാത്രമേ ഖൈറുൻ, അത് മാത്രമാണ് നിങ്ങൾക്ക് അഭികാമ്യം, മിൻ മകാസിബിദ് ദുന്യവിയ, ഐഹികമായിട്ടുള്ള അധ്വാനങ്ങളെക്കാൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ ദൈവികമായിട്ടുള്ള ഈ പരികൽപ്പനകൾ മാത്രമാണെന്നും ഈ സൂറത്തുൽ ജുമുഅ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചത് അഫ്സലുൽ ഉലമ പ്രിലിമിനറി സെക്കൻഡ് ഇയറിൽ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ജുമുഅ. ഇതിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഹെഡിങ് ഇട്ട് എഴുതിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ് നമുക്ക് ഈ പാഠത്തു നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, ജുമുഅയുടെ നിയമങ്ങൾ, അഹ്കാം സ്വലാത്തിൽ ജുമുഅ, ജുമുഅൻ്റെ നിയമങ്ങൾ നമ്മൾ പഠിക്കണം. ഈ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെയുള്ള നിയമങ്ങൾ നമ്മൾ പഠിക്കണം. അതോടൊപ്പം തന്നെ രണ്ടാമതായി നമ്മൾ പഠിക്കേണ്ട, പരീക്ഷയിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്, ഖുർആൻ എങ്ങനെയാണ് ജൂതന്മാരെ എന്തുകൊണ്ടാണ് സാദൃശ്യപ്പെടുത്തിയത്, ദമ്മുൽ യഹൂദ്, അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് നമ്മൾ നന്നായിട്ട് പഠിക്കണം. ജൂതന്മാരെ ഹിമാർ യഹ്മിൽ അസ്ഫാറ, ഷബ്ബഹൽ ഖുർആനു അൽ യഹൂദ, ജൂതന്മാരെ ഖുർആന് തഷ്ബീഹ് ചെയ്തത്, സാദൃശ്യപ്പെടുത്തിയത് ബിൽ ഹിമാരി, കഴുത കൊണ്ടാണ്. യഹ്മിൽ അസ്ഫാറ, ഭാണ്ഡം ചുമക്കുന്ന കഴുത. അപ്പോൾ ആ ഒരു പോയിൻ്റ് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. അതോടൊപ്പം നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ് ഈ ഫളലു ബിഅസത്തിൻ നബി, പ്രവാചകനെ എന്തിനാണ് പറഞ്ഞയച്ചത്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ബിഅസത്തുൻ നബീൻ്റെ മാ സബു ബിഅസത്തിൻ നബി, പ്രവാചകനെ പറഞ്ഞയച്ചതിൻ്റെ കാരണം എന്താണ്. അപ്പോൾ ഒന്ന്, യുസക്കി, മനുഷ്യനെ സംസ്കരിക്കുക, വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ, ടെക്നോളജി പഠിപ്പിച്ചു കൊടുക്കുക, ദൈവിക ഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ഈ സൂറത്ത് എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. അള്ളാഹുവിനെ സ്തുതിക്കാനുള്ള കാരണം എന്താ, ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും അള്ളാഹുവിനെ വാഴ്ത്തുന്നുണ്ട്. ആ ഒരു പോയിൻറ്റും നമ്മൾ സൂറത്തുൽ ജുമുഅയിൽ വളരെ ഇമ്പോർട്ടൻ്റായി പഠിച്ചിരിക്കേണ്ടതാണ്.